ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇനി വരാൻ പോകുന്ന നോൺ വൊക്കേഷണൽ ബയോളജി എക്സാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2027 നമുക്ക് NVT ബയോളജി എക്സാം നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഇതിലേക്കുള്ള സിലബസ് വളരെ വാസ്റ്റാണ്. സുവോളജി ആൻഡ് ബോട്ടണി MSc ലെവൽ സിലബസ് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. കഴിഞ്ഞ NVT ബയോളജി എക്സാമിന് ഉയർന്ന റാങ്കുകൾ സെൻസോബിലെ സ്റ്റുഡൻസിന് ലഭിച്ചിരുന്നു. സെൻസോബില് ലോങ് ടേം കോഴ്സ് ഉടൻ ആരംഭിക്കുകയാണ്. ഈ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും കഴിഞ്ഞ എക്സാമിന് ലോങ് ടേം കോഴ്സിൽ തന്നെ ചേർന്ന് പഠിച്ചവരാണ്. ഉയർന്ന റാങ്കുകൾ ലഭിക്കാൻ നേരത്തെ തന്നെ സെൻസോബിൽ ചേർന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിന് പുറമെ സെൻസോ പ്രൊവൈഡ് ചെയ്യുന്ന സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ് എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. It includes comprehensive collection of study materials covering all the important topics in the syllabus of our exam, including detailed descriptive notes with the MCQs. നമുക്കിനി 2023 നടന്ന NVT ബയോളജി എക്സാമിലെ ചില ക്വസ്റ്റ്യൻസ് നോക്കാം. Another question: Who among the following was awarded Nobel Prize in 1973 for his contributions to animal behavior studies? ഈ ക്വസ്റ്റ്യൻ അന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു. കാരണം ഇതാണ്: The 1973 Nobel Prize in Physiology or Medicine was jointly awarded to these three scientists. Jointly awarded. ഇവർക്ക് 3 പേർക്ക്, അതായത് ടെൻബർഗൻ, കാൾ വോൺ ഫ്രിഷ്, കോൺറാഡ് ലോറൻസ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്. സെക്കൻഡ് മാച്ച് ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 സീലോബ്ലാസ്റ്റില, സ്റ്റീരിയോബ്ലാസ്റ്റില, പെരിബ്ലാസ്റ്റില, ഡിസ്കോബ്ലാസ്റ്റില. ദെൻ ലിസ്റ്റ് 2 ഇൻസെക്ട്സ്, ബ്രാങ്കിയോസ്റ്റോമ, അതായത് ആംഫിയോക്സസ്. ദെൻ ബേർഡ്സ്, അനലിപ്സ്. ഇതിവിടെ ചില എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം വായിക്കാൻ സമയം നമ്മുടെ ഇൻസ്റ്റന്റ് നോട്ട്സിൽ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സീലോബ്ലാസ്റ്റില തന്നെ എന്താ ഈക്വൽ സീലോബ്ലാസ്റ്റിലുണ്ട്, അൺഈക്വൽ സീലോബ്ലാസ്റ്റിലുണ്ട്. സീലോബ്ലാസ്റ്റിലെ പ്രത്യേകത അറിയാം. ഇറ്റ് ഈസ് റിസൾട്ടഡ് ഫ്രം ഹോളോബ്ലാസ്റ്റ് ഈക്വൽ ക്ലീവേജ്. ഹോളോബ്ലാസ്റ്റ് അൺഈക്വൽ ക്ലീവേജിന്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് അൺഈക്വൽ സീലോബ്ലാസ്റ്റില. ഇവിടെ ഈക്വൽ സീലോബ്ലാസ്റ്റ് എക്യുനോഡം, ആംഫിയോക്സസ്, അതായത് ബ്രാങ്കിയോസ്റ്റോമ. ദെൻ അൺഈക്വൽ സീലോബ്ലാസ്റ്റ് ആംഫിബിയൻസിലെല്ലാം അല്ലെ. ദെൻ നെക്സ്റ്റ് സ്റ്റീരിയോബ്ലാസ്റ്റില് നമുക്കറിയാം അനലിറ്റ്സ് ലൈക്ക് എല്ലാ അനലിറ്റ്സിലും നല്ല നീറിസ് പോലുള്ളത്, മൊളസ്ക, ക്രിപ്പിഡുല പോലുള്ളതില്. ദെൻ ഡിസ്കോബ്ലാസ്റ്റില് ഇതിലെ ബേർഡ്സിലും റെപ്റ്റൈൽസിലും എല്ലാം കാണാം. പെരിബ്ലാസ്റ്റില് ഇൻസെക്ട്സിലാണ്. ദെൻ സ്റ്റോമോബ്ലാസ്റ്റില് അതിന് ഒരു മൗത്തിലേക്ക് പറിച്ചിട്ടുണ്ട്, അതാണ് സ്റ്റോമോബ്ലാസ്റ്റില്. ദെൻ ബ്ലാസ്റ്റോസിസ്റ്റ് മാമൽസിൽ കാണുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇവിടെ ആൻസർ വന്നിട്ട് C ആണ്. നോക്കിയിരിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് മിയോസിൽ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്രോസിംഗ് ഓവർ occurs in which of the following stages of meiosis? 1. ലെപ്റ്റോട്ടിൻ, പാക്കറ്റിൻ, സൈക്കോട്ടിൻ, ഡിപ്ലോട്ടിൻ. പാക്കറ്റിൻ നമുക്കറിയാമല്ലോ അല്ലെ. Answer that consider the statements given below. 1. Two species with identical niches cannot coexist. 2. The concept was put forward by George Gauss in 1934. Which of the above statement about competition exclusion principle is correct? Competition exclusion principle forward ചെയ്ത ഗോസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? ഫസ്റ്റ് പ്രിൻസിപ്പിളുള്ള കാര്യമാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ C ആണ്. ദെൻ ആൻസർ C ആണ് ഫോർത്ത്. ദെൻ വൈറ്റമിൻ റിക്വയർഡ് ഫോർ ബ്ലഡ് കോയാഗുലേഷൻ ഈസ്, അത് നമുക്ക് ചോയ്സ് നോക്കാതെ തന്നെ അറിയാമല്ലോ, അതെ വൈറ്റമിൻ K ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മിക്കവാറും നമ്മുടെ ഇപ്പോൾ പല PSC എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് CRISPR ടെക്നോളജി. So consider the following statements about CRISPR technology. CRISPR in the acronym for clustered random interspaced short palindromic repeats.
ഇറ്റ് ഈസ് എ ജീൻ എഡിറ്റിംഗ് സിസ്റ്റം. ഇത് ശരിക്കും അന്ന് പലർക്കും തെറ്റി. കാരണം ഈ ക്ലസ്റ്റേർഡ് റാൻഡം അത് മാത്രമേ അവിടെ മാറ്റി കൊടുത്തിട്ടുള്ളൂ. ഇത് ക്രിസ്പർ ആക്ച്വലി എൻ്റെ ഫുൾ ഫോം ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലൻഡ്രോമിക് റിപ്പീറ്റ്സ് ആണ്. ഇതിനെ സാധാരണ ക്രിസ്പർ കാസ് ടെക്നോളജി എന്നാണ് പറയുന്നത്, ക്രിസ്പർ അസോസിയേറ്റഡ് ടെക്നോളജി. ഇതിന്റെ വെറും ഫുൾ ഫോം ആണ് ഇതിൽ ചോദിച്ചിരിക്കുക. അടുത്ത തവണ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അല്ല നമ്മുടെ ഇൻസ്റ്റന്റ് നോട്ട്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് മറ്റു വീഡിയോയിൽ തരാം. ഓക്കെ, താങ്ക് യു.